നമസ്കാരം, ഞാൻ ഡോക്ടർ അരുണുമൻ, ന്യൂറോ സർജനാണ്. നമ്മുടെ ബോഡി ഫിറ്റ്നസ് അല്ലെങ്കിൽ ശരീരക്ഷമത മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മുടെ ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ ബോഡി ഫിറ്റ്നസിൻ്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ശരിയായ ഭക്ഷണ രീതി, രണ്ടാമത് കറക്റ്റായ വ്യായാമം, മൂന്നാമത് നല്ല സുഖനിദ്ര. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയുടെ ഹെൽത്തും ബോഡിയുടെ ഫിറ്റ്നസ്സും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ ആദ്യം ഭക്ഷണ കാര്യം പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഭക്ഷണ രീതിയാണ്. എല്ലാവർക്കും ഒരേപോലെയല്ല. നമ്മുടെ ശരീര പ്രകൃതം, നമ്മുടെ ശരീര വെയിറ്റ്, ഹൈറ്റ്, നമ്മുടെ ഏജ്, നമ്മൾ എന്തൊക്കെ അസുഖങ്ങളുണ്ട്, ഇതെല്ലാം ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ബോഡിയുടെ നമ്മുടെ ഡയറ്റ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഒരു കറക്റ്റായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ്. ഓരോരുത്തർക്ക് ഓരോ രീതിയാണ് ബാലൻസ്ഡ് ഡയറ്റ്. അങ്ങനെ ജനറലൈസ്ഡ് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ടോട്ടൽ കാലറീസ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ അത് ഓരോന്നും കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതായത് പ്രോട്ടീൻസ് ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും എല്ലാം നമ്മൾ വളരെ കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്നിട്ട് ഓരോന്നും ഒരു ദിവസം ആവശ്യമുള്ള എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് ഏത് ഡയറ്റാണ് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടതെന്നുള്ളത്, ഏത് ഭക്ഷണമാണ് ഏറ്റവും ഹെവി ആയിട്ട് കഴിക്കേണ്ടതെന്ന്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും കഴിക്കാവുന്ന ഹെൽത്തി രീതി എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ഹെവി ആക്കുക എന്നുള്ളതാണ്. രാവിലത്തെ ഭക്ഷണം ഏറ്റവും നല്ല ഹെവിയും ആയിട്ടുള്ള ഏറ്റവും നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള എല്ലാം ഉള്ള എന്ന് വെച്ചാൽ പ്രോട്ടീൻസ്, ആവശ്യമുള്ള പ്രോട്ടീൻസും ഫാറ്റും മിനറൽസും ഫ്രൂട്ട്സും വെള്ളവും എല്ലാം ചേർത്തുള്ള ഏറ്റവും നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ആക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏറ്റവും ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഒരു മീഡിയം ലഞ്ചും പിന്നെ ഒരു ലൈറ്റ് ഡിന്നർ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഉറങ്ങുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പ് വേണം നമ്മൾ ഡിന്നർ കഴിക്കാൻ. ഇതിൻ്റെ ഇടയിൽ 1-2 സ്നാക്സ് നമുക്ക് കഴിക്കാം. ഈ രീതി വേണം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഫുഡും എന്തൊക്കെയാണ് വേണ്ടതും അതെങ്ങനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിക്കാറുണ്ട്. അത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വെയിറ്റ് ലോസിന് നല്ലതാണ്. പക്ഷേ അത് എപ്പോഴും ഒരു കറക്റ്റ് മെഡിക്കൽ അഡ്വൈസിൽ മാത്രമേ നമ്മൾ എടുക്കാവൂ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ എക്സസൈസ് എന്ന് വെച്ചാൽ അതും നമ്മുടെ ശരീര പ്രകൃതം അനുസരിച്ച് വേണം നമ്മൾ ഓരോ എക്സസൈസും നമ്മൾക്ക് ആവശ്യമുള്ള എക്സസൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. അപ്പോൾ അത് എറോബിക് എക്സസൈസ് ആവാം, അല്ലാത്ത മസിൽ ബിൽഡിങ് എക്സസൈസ് ആവാം. ഇത് രണ്ടും നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് ആവശ്യം അനുസരിച്ച് നമ്മൾ ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ രീതി അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുക. പിന്നെ ഉള്ളത് സുഖനിദ്ര. നമ്മുടെ നല്ല ഉറക്കം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി എല്ലാ ഫുൾ ഡേ ഒരു ദിവസത്തെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ റിജുവിനേഷൻ പീരീഡാണ് നമ്മുടെ നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ബോഡിയിലെ ഓരോ വിയർ ആൻഡ് ടിയർ വന്നിട്ടുണ്ടെങ്കിൽ പേശികൾക്കായാലും ഞരമ്പുകൾക്കായാലും നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ കുടലിനും നമ്മുടെ സ്കിന്നിനും എല്ലാം ഓരോ വിയർ ആൻഡ് ടിയർ വരുമ്പോൾ അതിനെ റിജുവിനേറ്റ് ചെയ്യുന്ന ടൈമാണ് സമയം. അപ്പം നല്ല ഉറക്കം എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നല്ല ഉറക്കമില്ലാത്ത ആൾക്കാർക്ക് എപ്പോഴും ഓരോ ആരോഗ്യ പ്രശ്നം, അവരുടെ പ്രതിരോധ ശേഷി കുറവായിരിക്കും, അവരുടെ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കുറവായിരിക്കും, അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം കുറവായിരിക്കും, മെമ്മറി ഡിസ്റ്റർബൻസും ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ വരാം. പിന്നെ അവരുടെ ദഹിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരാം. അവരുടെ സ്കിന്നിൻ്റെ ടോണൊക്കെ നഷ്ടപ്പെടാം. എപ്പോഴും നമുക്ക് കാണാം ഉറങ്ങാത്ത ആൾക്കാർക്ക് ഇപ്പോൾ എപ്പോഴും ഡാസ്കൊക്കെ എസ്പെഷ്യലി കണ്ണിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ കറുത്ത നിറമൊക്കെ കാണാം. അപ്പോൾ എപ്പോഴും നല്ല ഉറങ്ങുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു വളരെ യങ്ങും വളരെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പം ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക: നല്ല ഭക്ഷണ രീതി, നല്ല കറക്റ്റായിട്ടുള്ള എക്സസൈസും പിന്നെ സുഖനിദ്ര. ഇത് 3 ആണ് ഫിറ്റ്നസിൻ്റെ 3 പില്ലേഴ്സ് ഓഫ് ഫിറ്റ്നസ്. താങ്ക് യു.